നമസ്കാരം. ജനഹിതം 2024 11ാം ഭാഗത്തേക്ക് സ്വാഗതം. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്യുക. തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി തുടങ്ങി 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം. ഇവിടെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാരുമായി ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അവരുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കണം എന്നുള്ള കണക്കുകൂട്ടലുകളാണ് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത്. ആദ്യമായി തരൂർ നിയമസഭാ മണ്ഡലം പരിശോധിച്ചാൽ തരൂരിൽ 20% പേർ BJPക്ക് അനുകൂലമായും 34% പേർ UDFന് അനുകൂലമായും 35% പേർ LDFന് അനുകൂലമായും പ്രതികരിച്ചു. അതായത് BJPക്ക് 25,517 വോട്ടുകളും UDFന് 43,380 വോട്ടുകളും LDFന് 44,656 വോട്ടുകളും ലഭിക്കാം. ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിൽ 16% പേർ BJPക്ക് അനുകൂലമായും 42% പേർ UDFന് അനുകൂലമായും 38% പേർ LDFന് അനുകൂലമായും സംസാരിച്ചു. 22,704 വോട്ടുകൾ BJPക്കും 59,598 വോട്ടുകൾ UDFനും 53,922 വോട്ടുകൾ LDFനും ലഭിക്കാം. നെന്മാറ നിയമസഭാ മണ്ഡലത്തിൽ 18% പേർ BJPക്ക് അനുകൂലമായും 37% പേർ UDFന് അനുകൂലമായും 39% പേർ LDFന് അനുകൂലമായും പ്രതികരിച്ചു. 25,999 വോട്ടുകൾ BJPക്കും 53,444 വോട്ടുകൾ UDFനും 56,333 വോട്ടുകൾ LDFനും ലഭിക്കാം. ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ 19% പേർ BJPക്ക് അനുകൂലമായും 35% പേർ UDFന് അനുകൂലമായും 40% പേർ LDFന് അനുകൂലമായും സംസാരിച്ചു. 23,554 വോട്ടുകൾ BJPക്കും 43,389 വോട്ടുകൾ UDFനും 49,588 വോട്ടുകൾ LDFനും ലഭിക്കാം. ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ 21% പേർ BJPയുടെ വിജയം ആഗ്രഹിച്ചപ്പോൾ 32% പേർ UDFന്റെ വിജയവും 44% പേർ LDFന്റെ വിജയവും ആഗ്രഹിച്ചു. അതായത് 31,198 വോട്ടുകൾ BJPക്കും 47,540 വോട്ടുകൾ UDFനും 65,368 വോട്ടുകൾ LDFനും ലഭിക്കാം. കുന്നംകുളം നിയമസഭാ മണ്ഡലത്തിൽ 24% പേർ BJPയുടെ വിജയവും 33% പേർ UDFന്റെ വിജയവും 37% പേർ LDFന്റെ വിജയവും ആഗ്രഹിക്കുന്നു. അതായത് 34,429 വോട്ടുകൾ BJPക്കും 47,340 വോട്ടുകൾ UDFനും 53,078 വോട്ടുകൾ LDFനും ലഭിക്കാം. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ 17% പേർ BJPയുടെ വിജയവും 41% പേർ UDFന്റെ വിജയവും 38% പേർ LDFന്റെ വിജയവും ആഗ്രഹിക്കുന്നു. 28,432 വോട്ടുകൾ BJPക്കും 68,573 വോട്ടുകൾ UDFനും 63,555 വോട്ടുകൾ LDFനും ലഭിക്കാം. ആകെ വോട്ടുകൾ കണക്ക് കൂട്ടുമ്പോൾ BJPക്ക് 1,91,833 വോട്ടുകളും UDFന് 3,63,264 വോട്ടുകളും LDFന് 3,86,500 വോട്ടുകളും ലഭിക്കാം. അതായത് LDFന് 23,236 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കും. നിലവിലുള്ള കണക്കുകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രബല സ്ഥാനാർത്ഥികൾ ശ്രീമതി രമ്യ ഹരിദാസ് കോൺഗ്രസ് സ്ഥാനാർത്ഥി, ശ്രീ കെ രാധാകൃഷ്ണൻ CPM സ്ഥാനാർത്ഥി, TN സരസു ടീച്ചർ BJPയുടെ സ്ഥാനാർത്ഥി. അതായത് ശ്രീമതി രമ്യ ഹരിദാസിന് 3,63,264 വോട്ടുകൾ മൊത്തത്തിൽ കിട്ടുമ്പോൾ ശ്രീ കെ രാധാകൃഷ്ണന് 3,86,500 വോട്ടുകളും TN സരസു ടീച്ചർക്ക് 1,91,833 വോട്ടുകളും ലഭിക്കാം. ആ കണക്കിൽ വെച്ച് പരിശോധിക്കുമ്പോൾ 23,236 വോട്ടുകൾക്ക് ശ്രീ കെ രാധാകൃഷ്ണൻ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ വിജയിക്കാനാണ് സാധ്യത. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇടുക്കി ലോക്സഭാ മണ്ഡലം ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.